രഞ്ജിത്തിനെ കമ്പനിയിലെ ജോലിക്ക് വിളിച്ചു അല്ലേ? നന്നായി. അവർക്ക് ഈ സമയത്ത് ഇത് വലിയൊരു സഹായമാണ്. എനിക്കൊരു മാനേജർ ആവശ്യമുണ്ടായിരുന്നു. രഞ്ജിത്ത് കഴിവുള്ളവനാണ്. അല്ലാതെ എനിക്കിതിൽ പ്രത്യേകിച്ച് സഹായത്തിന്റെ ഒരു എലിമെന്റ്സും ഇല്ല. അത് കള്ളം. രഞ്ജിത്തിന്റെ കടം തീർത്തതൊക്കെ ഞാൻ അറിഞ്ഞു. സത്യത്തില് ഞാൻ അതിനൊരു താങ്ക്സ് പറയണമെന്ന് വിചാരിച്ചതാ. ഒരാൾ അവിടെ ചെന്ന് ബഹളം വെക്കുന്ന കണ്ടപ്പോ ആ പണം ഞാൻ കൊടുത്തു. അത് അവർ തിരിച്ചു തരേണ്ട പണമാ. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുമുണ്ട്. അതെ, ചെയ്തത് ചെറിയ സഹായമല്ല. ഞാൻ അതാ ഉദ്ദേശിച്ചത്. അതോ ഇതിലിനി വേറെ വല്ല വ്യാഖ്യാനം ഉണ്ടോ? എനിക്ക് മനസ്സിലായില്ല സാരംഗ്. എന്ത് വ്യാഖ്യാനം? എടുത്തു ഉപയോഗിക്കാൻ ഒരു ആയുധം ഉണ്ടല്ലോ, അനാമികയും ഞാനുമായിട്ടുള്ള പഴയ ബന്ധം. അതിന്റെ പേരിലാണെന്ന് വരുത്തി തീർക്കാൻ എളുപ്പമാണ്. സാരംഗ് എന്തിനാ ഇത്ര ചീപ്പായിട്ട് ചിന്തിക്കുന്നത്? എന്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം വന്നുപോലുമില്ല. അവളെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്ന് മുതല്? ചാവാൻ തീരുമാനിച്ച് തന്റെ ഹോസ്പിറ്റലിൽ എത്തിയത് മുതലല്ലേ? അതിന് മുന്നേ സംശയിച്ചില്ലേ? തെറ്റിദ്ധരിച്ചില്ലേ? അപ്പൊ എവിടെയായിരുന്നു ഈ ആത്മാർത്ഥത? സാരംഗ് പ്ലീസ്, ഞാനൊരു തർക്കത്തിന് വന്നതല്ല. അയ്യോ, ഞാനൊരല്പം മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. കാര്യങ്ങൾ എന്റെ രീതിയിലേക്ക് മാറ്റിമറിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. അതുകൊണ്ടാ. എനിക്ക് ആ കഴിവുണ്ടെന്നാണോ? കൊള്ളാലോ. എന്നാ പിന്നെ മനസ്സിലാക്കാനായിട്ടൊരു ഉദാഹരണം കൂടി പറഞ്ഞു തരുമോ? ഏത് കാര്യത്തിലാ ഞാൻ സാരംഗിനെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്? കേക്കട്ടെ. 24 മണിക്കൂറും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് ഒരു തവണയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. തീരുമാനിക്കാനുള്ളതെല്ലാം സാരംഗ് തീരുമാനിച്ചു കഴിഞ്ഞു. പറയാനുള്ളതിന്റെ മാക്സിമം പറഞ്ഞും കഴിഞ്ഞു. പക്ഷെ ഈ ടോർച്ചറിങ് എനിക്ക് താങ്ങാൻ പറ്റാത്തതാണ്. ഞാനെന്തോ കടുത്ത തെറ്റ് ചെയ്ത പോലെയാ സാരംഗ് എന്നോട് പെരുമാറുന്നത്. ആ വഴിക്ക് നിങ്ങൾ എന്റെ മകളെയും കൂട്ടി. എന്നോട് ആ കുഞ്ഞിനിപ്പോ നല്ലൊരു വാക്കില്ല, നല്ലൊരു നോട്ടം പോലും ഇല്ല. ഇങ്ങനെയൊക്കെ വെട്ടിമുറിച്ച് അകറ്റിയിട്ട് എന്ത് നേട്ടോ സാരംഗിനുള്ളത്? വീണ്ടും നമ്മൾ തമ്മിൽ അതിലേക്ക് എത്തിയതുകൊണ്ട് മാത്രം എനിക്കത് അറിഞ്ഞേ പറ്റൂ. എന്താ എന്റെ പേരിലുള്ള കുറ്റം? ഞാൻ ചോദിച്ചതിനൊന്നും ഉത്തരവില്ലേ? ഇത് പറഞ്ഞിട്ട് മതി. അമ്മേ, സാരംഗ്, ദിസ് ഇസ് ടു മച്ച്. എന്തെങ്കിലും ഒരിക്കൽ സാരംഗിന് മനസ്സിലാവും ഇപ്പൊ പറയുന്ന ഓരോ വാക്കിലും ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ നേരിട്ട് തിരുമേനിയുടെ അടുത്ത് വരാം. എന്നിട്ട് ഫിക്സ് ചെയ്യാം നമുക്ക്. ഓക്കെ മോളെ, ഞാനിപ്പോ ആരെയാ വിളിച്ചതെന്നറിയോ? നമ്മുടെ തിരുമേനിയില്ലേ, അദ്ദേഹത്തിനെ. എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കേ. നിനക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യത്തിനാ തിരുമേനി അച്ഛൻ വിളിച്ചത്. എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ നിന്റെ വിവാഹ കാര്യം. ഞാനും ഫാദറും തമ്മിൽ ചില ധാരണയിലൊക്കെ എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം വിവാഹം ഏത് രീതിയിൽ വേണമെന്നാണ്. ഫാദറിന് ഒരുപക്ഷെ അരുണിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് വേണമെന്ന് നിർബന്ധിക്കാമായിരുന്നു. ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് വേണമെന്ന് എനിക്ക് നിർബന്ധിക്കാം. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അത് വേണ്ടാന്ന് വെച്ചു. നല്ലൊരു ഹോൾ എടുക്കുക, നിങ്ങളുടെ കല്യാണം ഭംഗിയായി അവിടെ വെച്ച് നടത്തുക. അതാ തീരുമാനം. നീ കേൾക്കുന്നില്ലേ? ഒരു കാര്യത്തിൽ അച്ഛൻ എനിക്ക് ഇളവ് തന്നു, ദിവസം തീരുമാനിക്കാൻ. അരുണിന്റെ നക്ഷത്രവും ജാതകമൊന്നും അറിയില്ല. എന്നാലും നിന്റെ ജാതകം ഞാൻ തിരുമേനിക്ക് അയച്ചു കൊടുത്തു. അടുത്ത മാസത്തിൽ തന്നെ 1-2 മുഹൂർത്തങ്ങളുണ്ടെന്ന് തിരുമേനി പറയുകയും ചെയ്തു. നാളെ അവിടം വരെ ഒന്ന് പോണം. അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. എന്നുവെച്ചാൽ ഏറ്റവും അടുത്ത ഏതാണോ അത്. നീ പോരുന്നുണ്ടോ എന്നോട്? അച്ഛനിപ്പോ പോണ്ട. അതെന്തു പറ്റി? തിടുക്കപ്പെട്ട് വിവാഹത്തിന്റെ ഡേറ്റ് എടുക്കണ്ട. അങ്ങനെ പറയാൻ കാരണം എന്താ? എന്തെങ്കിലും തടസ്സമുണ്ടോ? പെട്ടെന്ന് വിവാഹം പറ്റില്ലെന്ന് അരുൺ പറഞ്ഞോ? ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ വേണ്ട. നീ കാരണം എന്താണെന്ന് പറ. എനിക്കിത് വെച്ച് നീട്ടാൻ പറ്റില്ല. എന്റെ വിവാഹമല്ലേ, അതിന്റെ കാര്യങ്ങൾ ഞാൻ പറയുമ്പോ ചെയ്താൽ മതി. ഇതെന്ത് വാശിയാ? വിവാഹം നിന്റേതാണെന്ന് കരുതി
ഞങ്ങൾക്കാർക്കും ഒരു അഭിപ്രായം പറയാൻ പാടില്ലെന്നുണ്ടോ? ഞാൻ നാളെ പോകുന്നു, ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, ആ ഡേറ്റിന് വിവാഹം നടത്തും. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു, ബാക്കിയൊക്കെ അച്ഛന്റെ ഇഷ്ടം. എന്തായാലും ഞാൻ റെഡി ആവുമ്പോ മാത്രമേ എന്റെ വിവാഹം നടക്കൂ. സ്നേഹ, എന്ത് കാര്യം സംസാരിച്ചു തുടങ്ങിയാലും നിനക്ക് നിന്റേതായ ഒരു വാശിയുണ്ട്. എപ്പോഴും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇക്കാര്യത്തിൽ അച്ഛൻ ഇത് അംഗീകരിച്ചേ പറ്റൂ. വിവാഹം വേണ്ടാന്നല്ല, ഇപ്പൊ വേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് ചില കാരണങ്ങളുണ്ട്. അത് പറയേണ്ട സമയമാകുമ്പോ അച്ഛനോട് ഞാൻ പറയാം. അമ്മേ, ഞാൻ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ? അമ്മ മോനോട് അതിന് കള്ളൊന്നും പറയാറില്ലല്ലോ. എന്നാ ചോദിക്കട്ടെ, അമ്മയ്ക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം ആരാ? പറ. ഏറ്റവും ഇഷ്ടം ആരാന്ന് ചോദിച്ചാ ഒരുപാട് പേരില്ലേ. മോനുണ്ട്, ചേച്ചിയുണ്ട്, അച്ഛൻ, അപ്പൂപ്പൻ. അങ്ങനെയുള്ള കുറെ പേരില്ലേ, ഒരാളുടെ പേര് പറ. അമ്മയ്ക്ക് അങ്ങനെ ഒരാളെ വേർതിരിച്ച് പറയാൻ പറ്റില്ല. അമ്മയ്ക്ക് എല്ലാവരും ഇഷ്ടമാണ് ഇത് കുട്ട. അമ്മയുടെ ജീവനെ പോലെ ഇഷ്ടാ. എന്നാ ഞാൻ പറയട്ടെ. പറ. അമ്മയ്ക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം അച്ഛനോടാ. അതെന്താ മോനെ അങ്ങനെ തോന്നിയ? എന്നോട് വഴക്കിട്ടാ അമ്മ എത്ര നേരം വിഷമിക്കും? കുറച്ചു നേരമല്ലേ. ചേച്ചിയോട് വഴക്കിട്ടാലും അതെ. അപ്പൂപ്പനോട് പിന്നെ അമ്മ പിണങ്ങാറേയില്ല. പക്ഷേ അച്ഛനോട് പിണങ്ങിയ അമ്മയുടെ സങ്കടം പെട്ടെന്നൊന്നും തീരില്ല. അമ്മ കുറെ നേരം കരയും, ഇല്ലേ? ഒന്ന് പോയേ. ഞാൻ പറഞ്ഞ സത്യമല്ലേ? അച്ഛനെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ അമ്മയ്ക്ക്? ഇഷ്ടാണ്, ഒരുപാട് ഇഷ്ടാണ്. ചിലപ്പോ മോൻ പറഞ്ഞ പോലെ ഏറ്റവും ഇഷ്ടം അച്ഛനോട് തന്നെയായിരിക്കും. അമ്മ അങ്ങനെ വേർതിരിച്ച് നോക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടാ അച്ഛൻ പറയുന്ന ചെറിയ വാക്കുപോലും മുള്ളായിട്ട് അമ്മയുടെ നെഞ്ചിൽ കുത്തി ഇറങ്ങുന്നത്. എന്നിട്ട് അച്ഛനെന്താ അത് മനസ്സിലാവാത്തെ? മനുഷ്യരുടെ കാര്യമൊക്കെ അങ്ങനെയാ. നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരാരാണെന്ന് പലരും തിരിച്ചറിയാറില്ല. ചിലര് കൺമുന്നിൽ വന്ന് സ്നേഹം അഭിനയിക്കും. അതാണ് സത്യം എന്ന് വിശ്വസിച്ച് നമ്മൾ അവരുടെ വഴിക്ക് അങ്ങ് പോവും. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവര് പലപ്പോഴും ഇരുട്ടിലിരുന്ന് കരയും. അമ്മയെ പോലെ. മതി മതി, കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ വിട്ടാലേ അമ്മയുടെ എതുക്കുട്ടൻ പിന്നെ അമ്മയ്ക്ക് സ്വൈരം തരില്ല. അമ്മേനി ഇരുട്ടിയിരുന്ന് കരയേണ്ടി വരില്ല കേട്ടോ. അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എന്നും പ്രാർത്ഥിക്കാറുണ്ട്. മതി, അമ്മയ്ക്കിത് മതിയടാ. ഇതിനപ്പുറത്തുള്ള പുണ്യമൊന്നും അമ്മ ചെയ്തിട്ടില്ല. നീ ഇന്ന് ആശുപത്രി പോകുന്നില്ലേ? പിന്നെ എന്തായാലും പോയേ പറ്റൂ. മൈഥിലി മാം ഇന്ന് ലീവാ. ഓ, സ്നേഹ ചെല്ലുന്നോണ്ട് ലീവ് എടുത്താണ്? ഹേയ്, കാരണമൊന്നും പറഞ്ഞില്ല. അതായിരിക്കാനാണ് സാധ്യത. അപ്പോ ഒരു കാര്യം ചെയ്യ്, നീ ഇറങ്ങുമ്പോ ആ ചാവി എടുത്ത് അങ്ങ് ചെടിച്ചട്ടി വെച്ച്. ഫാദർ എവിടെ പോണു? എടാ, എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേടയിലോട്ടൊന്ന് പോണം. പിന്നെ വൈകുന്നേരം നിനക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചൊന്ന് അങ്ങോട്ട് പോണം. ആയിക്കോട്ടെ ഫാദർ. ഓ, ഈ സ്നേഹ മൈഥിലി മാമിന്റെ അടുത്ത് പോകണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഫാദർ? എടാ, എന്തു കുഴപ്പം? അടങ്ങി ഒതുങ്ങി നിന്നോളാന്ന് ആ കൊച്ചു സമ്മതിച്ചതല്ലേ? എന്തോ എനിക്കൊരു പേടി. ആരോട് എന്താ സംസാരിക്കേണ്ടതെന്ന് ഒരു കൃത്യതയില്ലാത്ത ആളെ സ്നേഹ. സാരംഗ് സാറിനോടെങ്ങാനും ചോദിക്കുകയും ചെയ്താ? ആലോചിച്ച് പേടിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടടാ. നീ അവളെ വഴിക്ക് വിടടാ. എടാ, അവളെന്തായാലും മൈഥിലിയുടെ അടുത്തേക്കല്ലേ പോയത്. അത് മൈഥിലി നോക്കിക്കോളും. എന്തോ എനിക്കത് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ. അതെന്താണെന്നറിയോ? മൈഥിലിയെക്കുറിച്ച് നിന്റെ മനസ്സിലൊരു പരിഗണന കൂടുതലുള്ളത് കൊണ്ടാ. സത്യം പറഞ്ഞാ ഈ വിവാഹത്തിന് മുമ്പ് വിവാഹം കഴിക്കുന്നവരെ ചേർത്തിരുത്തി ചില ക്ലാസ്സുകളൊക്കെ ഉള്ളതാ. നിങ്ങളെ രണ്ടുപേരെയും അങ്ങനെ ചേർത്തിരുത്തി ഒരു ക്ലാസ്സൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
അപ്പൊ പിന്നെ അതിനുള്ളൊരു മറുമരുന്ന മൈഥിലി. ജീവിതത്തെക്കുറിച്ചും മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചും മൈഥിലി ആ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടടാ. അത് നല്ലതല്ലേ? അതെ ഫാദർ, പക്ഷേ സ്നേഹയുടെ ഈ എടുത്തിയാട്ടം അതാ എനിക്ക് ടെൻഷൻ. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നീ കൂടെ അങ്ങ് ലീവ് എടുക്ക്. എന്നിട്ട് മൈഥിലിയുടെ വീട്ടിൽ ചെന്ന് നിൽക്ക്. അപ്പൊ പിന്നെ സ്നേഹയെ നിനക്ക് നിയന്ത്രിക്കാലോ. ഫാദർ തമാശ അറിയണോ? ഞാൻ എങ്ങനെയാ അവിടെ ചെന്ന് നിൽക്കുന്നത്? അതെ, ആ മേസ്തർ ഇപ്പൊ എന്നെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. നിന്നോട് സംസാരിച്ചോണ്ടിരുന്ന എന്റെ സമയവും കാലമൊക്കെ തെറ്റും. ആ, നീ ഇറങ്ങുമ്പോ എന്നെ ഒന്ന് വിളിച്ചേക്കണേ. ഡാ, ഒരു ദിവസം നീ ആ സ്നേഹയുടെ കാര്യം ഒന്ന് മറക്കടാ. എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് പരിഹരിച്ചൂടെ? ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. സുമ, ആ മാഡം. സുമ, കുറച്ചു കഴിയുമ്പോ സ്നേഹ വരും. ആ കുട്ടി ഇന്നിവിടെ ഉണ്ടാവും. ആ കുട്ടിയുടെ ഇഷ്ടങ്ങളൊക്കെ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്നതാ. എന്താന്ന് വെച്ചാൽ ചോദിച്ചറിഞ്ഞ് ചെയ്തോളണം. ആളെ എനിക്ക് പരിചയമുണ്ടല്ലോ മാഡം. വരുമ്പോ തന്നെ ഞാൻ ചോദിച്ചോളാം എന്താ വേണ്ടതെന്ന്. പിന്നെ എന്തെങ്കിലും വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? ചിക്കനും മട്ടനും ഒക്കെ കൊടുത്തയക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വേറെ എന്തെങ്കിലും വേണോ? ഇപ്പൊ പ്രത്യേകിച്ചൊന്നും വേണ്ട മാഡം. സാരംഗ്, നമ്മുടെ സ്നേഹയില്ലേ, ആ കുട്ടി അവളുടെ അച്ഛൻ എവിടെ അത്യാവശ്യമായിട്ട് പോവാന്ന്. തനിച്ചാണ്. ഒരു ദിവസം ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചു. കുഴപ്പമില്ലല്ലോ അല്ലേ? എന്തു കുഴപ്പം? താനൊരു ഗസ്റ്റിനെ വിളിക്കുന്നു, ട്രീറ്റ് ചെയ്യുന്നു. എന്താ? സാരംഗ് എങ്ങോട്ടാ? എനിക്കൊരു ദൂരയാത്രയുണ്ട്. ഒരുപാട് ദൂരെ പോവാണെങ്കിൽ പറയാറുണ്ടായിരുന്നല്ലോ. അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. മോളെ, മീറ്റിംഗ് കഴിഞ്ഞ് അച്ഛൻ വരാൻ ശ്രമിക്കും. പറ്റിയില്ലെങ്കിൽ മാത്രം നാളെ. അല്ലാതെ വേറെ കാരണങ്ങൾ പറഞ്ഞ് വരാതിരിക്കില്ല. ഇറങ്ങട്ടെ? സാരംഗ്, ഐ എം ഗെറ്റിംഗ് ലേറ്റ്. മാഡം, പറയുന്നുണ്ടെന്നും തോന്നരുത്. ഈ ആമിമോൾക്കുള്ള സ്വാതന്ത്ര്യം അല്പം കൂടുന്നുണ്ടോ? സുമ ഒന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ പറയുന്നില്ല, പക്ഷേ മാഡം വല്ലാതെ ഒറ്റപ്പെടുന്നുണ്ട്. മരുഭൂമിയിലെ ചിലയിടങ്ങളിലെ ചെറിയ പച്ചപ്പൊക്കെ നിൽക്കുന്നുണ്ടാവും. വേരുറപ്പിക്കാൻ ദൈവം ഇടം കൊടുക്കുന്ന കാലം മുഴുവനും അത് ആ കൊടും ചൂടിൽ അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ ദൈവം തീരുമാനിക്കുന്നതുവരെ മാത്രം. ഇതെന്താ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് കുട്ടിച്ചന്റെ അടുത്തേക്ക് ഒരു വരവ്? ഒരു കാര്യമുണ്ട് കുട്ടിച്ച. എന്ത്? ഞാനന്ന് സ്നേഹാന്റിയുടെ വീട്ടിൽ പോയില്ലേ, അതമ്മ അറിയും. എങ്ങനെ? സ്നേഹാന്റി ഇന്ന് വീട്ടിൽ വിരുന്ന് വരുന്നുണ്ട്. ഇന്ന് അവിടെ നിൽക്കാൻ പോവാ അമ്മയുടെ കൂടെ. അപ്പൊ ഞാൻ ചെന്നത് പറയില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മോളെ. കുട്ടിച്ചന്റെ കണക്കുകൂട്ടലുകളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. സ്നേഹ വരില്ല. അമ്മ അവിടെ ഒരുക്കങ്ങളൊക്കെ നടത്തുക. സുമാന്റിയോട് ഉണ്ടാക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ചുള്ള കാര്യവും പറഞ്ഞു. എന്നിട്ട് കുട്ടിച്ചൻ വരില്ലെന്ന് പറഞ്ഞ എനിക്ക് പേടിയാവുന്നുണ്ട് കുട്ടിച്ച. സ്നേഹാന്റിയും അമ്മയുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ച. യാമി മോളെ, മോൾ ഇത്തിരി പോന്നൊരു കുഞ്ഞല്ലേ. കുട്ടിച്ചൻ ഈ ലോകം കാണാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. യാമി മോള് സ്നേഹയോട് പറഞ്ഞ കാര്യം സ്നേഹ മൈഥിലിയോട് പറയണമെങ്കിൽ ഈ കാണായ കാലം മുഴുവൻ കുട്ടിച്ചനൊന്നും പഠിച്ചിട്ടില്ല എന്ന് കരുതണം. സ്നേഹയുടെ വരവിന് പിന്നില് വേറെ എന്തോ ഒരു കാര്യമുണ്ട്. ഒരു കാര്യം നീ ഉറപ്പിച്ചോ, നീ പറഞ്ഞ ഒരു കാര്യവും സ്നേഹ നിന്റെ അമ്മയോട് പറയാൻ പോണില്ല. നിന്റെ അമ്മ അതിന്റെ പേരിൽ നിന്നെ ചോദ്യം ചെയ്യില്ല. പേടിക്കണ്ട മോളെ, കുട്ടിച്ചനല്ലേ പറയുന്നത്. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലും കുട്ടിച്ചൻ നിന്റെ കൂടെയില്ലേ.
അമ്മയോട് പറയേണ്ടതൊക്കെ കുട്ടിച്ചന് നന്നായിട്ടറിയാം. മോള് സമാധാനമായിട്ട് ക്ലാസ്സിൽ പോയിട്ട് വാ. എന്നാ ശരി കുട്ടിച്ച, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കുട്ടിച്ചനെ വിളിക്കാം. എന്നാ ചെല്ലേ, സമാധാനമായിട്ട് പോയിട്ട് വാ. പെട്ടെന്ന് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ കാര്യം എന്താണെന്ന് എനിക്ക് ഒരു ഊഹവും കിട്ടിയില്ല. പിന്നെ ജോലിയുടെ ഓഫർ വന്നത്. എന്നിട്ട് കേട്ട ഉടനെ രഞ്ജിത്ത് അത് നിഷേധിച്ചോ? ഞാൻ പ്രത്യേകിച്ച് തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് ഇയാളുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഇയാളാ പറഞ്ഞത് മൈഥിലിയായിട്ടൊന്ന് തീരുമാനിക്കാന്ന്. രഞ്ജിത്ത് സത്യത്തിൽ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. സാരംഗിനോട് ഒരു ഈഗോ ക്ലാഷ് മനസ്സിലില്ലെങ്കിൽ പൊക്കോളാനാ ഞാൻ പറയുന്നത്. രഞ്ജിത്ത്, സാരംഗ് ഇതുവരെ വിശ്വസിച്ച അശോക് എന്ന മാനേജർ ഒരു ചതി കാണിച്ചപ്പോ സാരംഗിന്റെ വീഴ്ച എന്താണെന്ന് ഞാൻ നേരിട്ട് കണ്ടതാ. ചില കാര്യങ്ങളില് സാരംഗിന് സ്വയം നിയന്ത്രിക്കാനുള്ള പ്രാപ്തി ഇപ്പോഴും ആയിട്ടില്ല. അവിടെ ഒരു കൈത്താങ്ങ് വേണ്ടിവരും. രഞ്ജിത്ത് സാരംഗിന്റെ കൂടെ ജോലിക്ക് ചേരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, ആശ്വാസവും. തനിക്കെന്തായാലും സാരംഗിനെ ചതിക്കാൻ തോന്നില്ലല്ലോ. മൈഥിലി, അയാൾ എന്റെ കടങ്ങൾ വീട്ടുന്നു. അത് കഴിഞ്ഞ് എന്നെ ജോലിക്ക് വിളിക്കുന്നു. ഉള്ളിലുള്ള തോന്നൽ ഞാനൊന്ന് പങ്കുവച്ചില്ല എന്ന് വേണ്ട. ഇതൊരു ട്രാപ്പാണോ എന്ന്. എന്ത് ട്രാപ്പ്? അല്ല, നിങ്ങളുടെ കുടുംബ വിഷയത്തിൽ ഞാനും അനാമികയും പൂർണ്ണമായും മൈഥിലിയുടെ ഒപ്പമാണെന്ന് അയാൾക്കറിയാം. അതൊന്ന് മാറ്റിമറിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിലോ? അവിടെ സാരംഗിനെ കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ തെറ്റി. എന്നെ തോൽപ്പിക്കാൻ സാരംഗ് വേറെ ഒരാളുടെയും സഹായം ആവശ്യപ്പെടില്ല. എൻ്റെ ഏറ്റവും വലിയ സെന്റിമെന്റ്സ് എൻ്റെ കുടുംബമാണ്. അത് തച്ച് തകർക്കാൻ സാരംഗിന് സാധിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും അക്കാര്യത്തിൽ സാരംഗ് ചിന്തിക്കില്ല. പിന്നെ ഇതൊരു യുദ്ധമൊന്നുമല്ലല്ലോ, സ്വന്തം പക്ഷത്ത് ആളെ കൂട്ടി ബലം തെളിയിക്കാൻ. രഞ്ജിത്ത് കൂടുതലൊന്നും ആലോചിക്കണ്ട. മറ്റൊരിടത്ത് ജോലി ചെയ്യുന്ന പോലെ രഞ്ജിത്ത് സാരംഗിന്റെ അടുത്ത് ജോലി ചെയ്യുന്നു, അത്ര തന്നെ. അനാമിക, ഇനി ഇയാൾ തീരുമാനം മാറ്റാതെ താൻ നോക്കിക്കൊള്ളണം. ശരി. അപ്പൊ പിന്നെ ആ വിഷയം കഴിഞ്ഞല്ലോ. എനിക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്. ആര്? സ്നേഹ. നാത്തോനെ കണ്ട് എന്തെങ്കിലും ഉപദേശം വാങ്ങിക്കാനാണോ? ഏയ്, ആ കുട്ടിയുടെ അച്ഛൻ എവിടെ പോയിരിക്കുക. ഒരു ദിവസം വന്ന് നിൽക്കട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. പക്ഷേ എനിക്കൊരു പേടിയുണ്ട്. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ വിള്ളലുകൾ ആ കുട്ടി നേരിട്ട് കാണേണ്ടി വരുമെന്ന്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു ദിവസം കഴിഞ്ഞ് പോയാൽ മതിയായിരുന്നു. ഇപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. യാമി മോളെ, ഞാൻ യാമിയുടെ വീട്ടിലോട്ട് വരിക. ഇന്ന് ഞാൻ അവിടെ ഉണ്ടാവും. അറിഞ്ഞു. അമ്മ സുമാൻഡിയോട് പറയുന്ന കേട്ടു ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടാവുന്നു. ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലല്ലേ? അമ്മയോട് പറഞ്ഞു ഞാൻ വന്നത്? ഇല്ല. പറയായിരിക്കും അല്ലേ? അതും ഇല്ല. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ആന്റിക്ക് എങ്ങനെ പെരുമാറാൻ പറ്റുന്നത്? സ്പെഷ്യൽ ഗസ്റ്റ് പോലും നാണോ ഇല്ലല്ലോ. ഞാൻ വിരുന്നുണ്ണാൻ വരുന്നതെന്ന് യാമിയോട് ആരാ പറഞ്ഞേ? അവര് രണ്ടുപേരും കൂടി എനിക്ക് ഇത്രയും വലിയ ഷോക്ക് തന്നല്ലോ. അതിനേക്കാൾ കൂടിയതൊന്ന് ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ? ഞാൻ എന്തിനാ വരുന്നേ? ഇത്രയും നാൾ എന്നെയും യാമി മോളുടെ അച്ഛനെയും ചതിച്ചവരോട് നേരിട്ട് ചോദിക്കണം. മനസ്സിലായോ? യാമി പേടിക്കണ്ട. യാമി എന്നെ കാണാൻ വന്നത് ഞാൻ പറയില്ല. യാമി സ്കൂളിൽ പോയിട്ട് വാ, ഞാൻ വീട്ടിലുണ്ടാവും. അമ്മ കള്ളം പറയും, ആന്റിയെ വിശ്വസിപ്പിക്കും. ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് യാമി മോളെയാ വിശ്വാസം, യാമി മോളുടെ അച്ഛനെയാ വിശ്വാസം. പോരെ? അച്ഛനെ കുറ്റം പറയാൻ സമ്മതിക്കരുത്. അച്ഛൻ പാവാണ്. ഒരു ന്യായീകരണത്തിന് ഞാൻ അവസരം കൊടുത്താലല്ലേ? യാമി മോൾ എന്നോട് വന്ന് പറഞ്ഞത്
അച്ഛന്റെയും യാമിയുടെയും വേദനയാ. പക്ഷേ എന്റെ നെഞ്ചിലേറ്റ ഷോക്ക് അതൊട്ടും ചെറുതല്ല. എന്നെ വേദനിപ്പിക്കുന്നവരോട് ഞാൻ ഒരു കരുണയും ചെയ്യില്ല. അത് കുഞ്ഞുനാള് മുതലേ അങ്ങനെയാ. യാമി നടന്നോളൂ.